സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. 319 പോയിന്റാണ് രണ്ട് ജില്ലകൾക്കും. തൊട്ടു പിന്നിൽ 317 പോയിന്റുമായി ആതിഥേയ ജില്ലയായി തൃശ്ശൂരുണ്ട്. ഇപ്പോൾ ഒരു വേദിയിൽ വട്ടപ്പാട്ട് മത്സരം പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നു. തത്സമയം സഹധർമ്മദുരാഗത്തിൽ തുതിപാടും താളമിൽ നേരുന്നു മംഗളം. മധുവിധുവിന്റെ മധുരിത പുതുമലരുകൾ വിരിയണ സുഗന്ധം. വട്ടപ്പാട്ട് മത്സരം പുരോഗമിക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങൾ വേദിയിൽ നിന്നുള്ളതാണ് പ്രേക്ഷകർ കണ്ടത്. നമ്മൾ പ്രജിൻസി കണ്ണലിലേക്ക് പോകുന്നു. പ്രജിനുണ്ട് നമ്മുടെ പവലിയന് മുന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കവിടെ ഒരു അതിഥിയുമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ പ്രജിൻ, ഈ പോയിന്റ് പട്ടികയൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ പോയിന്റ് പട്ടികയൊന്നും ആയിക്കൊള്ളുന്നില്ല. അവസാനത്തെ ദിവസം ആകുമ്പോഴേക്കും അതൊക്കെ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ആതിഥേയ ജില്ല ഉൾപ്പെടെ കടുത്ത പോരാട്ടത്തിലാണ്, അല്ലേ? നമുക്കൊരു അതിഥിയുമുണ്ടല്ലോ അവിടെ. യെസ് അനുജ, നമുക്ക് പോയിന്റ് പട്ടികയിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്കൊരു സ്പെഷ്യൽ അതിഥി നമ്മുടെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ശ്രീ ചാണ്ടിയുമ്മൻ MLA, നമസ്കാരം. അപ്പൊ തൃശ്ശൂരില് സാധാരണ പൂരത്തിനാണൊക്കെ വരിക, ഇപ്പൊ ഒരു കലാപൂരമാണ്. എന്ത് തോന്നുന്നു ഇവിടെ എത്തിയപ്പോ? വളരെയധികം സന്തോഷമുണ്ട്. എനിക്കൊന്ന് കാണണമെന്ന് വെച്ചപ്പോ നിങ്ങൾ എന്നെ പിടിച്ചിരിക്കുക. ഞാൻ ഇച്ചിരി കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ വന്ന് ഓടി പോവായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം ഒന്ന് പരിപാടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി തൃശ്ശൂർ ആകുമ്പോൾ ഇവിടെ ആകർഷകമാകും എന്നുള്ള വിശ്വാസത്തിൽ ശരി സമയം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഏത് ഐറ്റമാണ് ഒന്ന് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളത്? ഞാൻ പറഞ്ഞ ഒരു നാടകം അല്ലെങ്കിൽ മോണോ ആക്ട് പോലത്തെ കാര്യങ്ങൾ, അതായിരിക്കും എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള. നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതെ, ഒന്ന് കാണണമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ട് നിങ്ങള്. പിന്നെ ഈ ചില സന്ദർഭങ്ങളിലൊക്കെ ഇപ്പം സംഘനൃത്തമൊക്കെ സാധാരണ കാഴ്ചയുടെ ഒരു സൗന്ദര്യമാണ് ഉണ്ടാവാറ്. ഇത്തവണ അങ്ങനെയല്ല. സംഘനൃത്തം പ്രമേയം കൊണ്ടൊക്കെ വ്യത്യസ്ത. ഇന്നലെ വയലാറിന്റെ ആയിഷയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷം. അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ കഴിവ്, ആ കഴിവിന് ഒരു എക്സ്പോഷർ ആവശ്യം. ഇതാണ് ആ വേദി. നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടുന്ന വേദി. അത് വലിയ നമുക്കല്ലേ വളരെ സന്തോഷം, എന്താ പറയുക, ആത്മവിശ്വാസം നൽകുക. കാരണം വരുന്ന തലമുറയും ഇനിയും നമ്മുടെ ആ ഒരു കലാമൂല്യമൊക്കെ കാത്തു സംരക്ഷിക്കുക എന്നുള്ള വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. വളരെ സന്തോഷം. ഈ കലാപൂരങ്ങൾ പലപ്പോഴും കലാപപൂരങ്ങളായിട്ട് മാറണം നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ആവശ്യമില്ലാത്ത അനാരോഗ്യകരമായ മത്സരങ്ങൾ. ഇത്തവണ പൊതുവെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്, രക്ഷകർത്താക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും അത് വേണ്ട, മത്സരിച്ചോട്ടെ, ആ ഒരു മാറ്റത്തിനെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. കാരണം ജയം മാത്രമല്ല, തോൽവി കൂടി ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഈ വേദി ഞാൻ പറയുന്നത് ജയത്തിന്റെ മാത്രമല്ല, തോൽവി കൂടി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്ന ഒരു വേദിയാണെങ്കിൽ നമ്മുടെ ഭാവി ജീവിതത്തിനും അത് സഹായമായിട്ടുള്ളൂ. കാരണം എന്തെങ്കിലും നമുക്ക് ഫെയിലിയേഴ്സ് വരുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നൊരു കാഴ്ച പെട്ടെന്ന് ആത്മഹത്യയാണ്. ഇന്നലെ ഞാൻ ഒരു കാഴ്ച കണ്ടു അങ്ങനെ. അതുകൊണ്ട് തോൽവി കൂടി ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പഠിക്കണം. അതിന് ഈ ഒരു വേദിയാണ് നമ്മളെ സഹായിക്കുന്നത് വിശ്വസിക്കുന്നു. കാരണം എക്സാമിൽ തോക്കുന്ന അത്ര നല്ല കാര്യമല്ല. അപ്പോൾ ഇതേപോലത്തെ വേദികൾ നമുക്ക് തോക്കുന്നതിന് പ്രശ്നമില്ല. അതെ, ഡെഫിനറ്റ്ലി. ഇനി നമുക്ക് സീരിയസ്നെസ് മാറ്റി വെക്കാം. അതായത് ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന പൊളിറ്റീഷ്യനെ, രാഷ്ട്രീയക്കാരെ നമുക്കറിയാം. പിന്നെ ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന ക്രിക്കറ്ററെ നമ്മളൊന്ന് കണ്ടു. 24 ടീമിനെ വെല്ലുവിളിച്ച ചാണ്ടിയുമ്മൻ നമ്മളൊന്ന് കണ്ടതാണ്. അതിനുശേഷം ഇന്നാ കാണുന്നത്. പക്ഷെ ചാണ്ടിയുമ്മൻ എന്ന ഒരു കലാകാരനെ കണ്ടിട്ടില്ല. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏത് കലാപ്രകടനത്തിനായിരുന്നു മുൻപന്തി ഇറങ്ങി? ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തത് ഒരു സ്കൂൾ കലോത്സവത്തിനാണ്. അന്ന് ഞാൻ കാർമൽ സ്കൂളിൽ പഠിക്കുക, തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാനൊരു വയസ്സ് തന്ന അമ്മൂമ്മയായിട്ട് അഭിനയിച്ച് 1ാം സ്ഥാനം അവിടെ കിട്ടി. കാരണം ഈ വേദിയിലോട്ട് കയറിയപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ച് വിറച്ചോണ്ടിരിക്കുക. ഫസ്റ്റ് വന്നു. അന്ന് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ ഏതെങ്കിലും? 100% സാക്ഷരത കേരളം കിട്ടിയ വർഷത്തിന് അടുത്ത വർഷം തോന്നുന്നു. അതാണ് 100% കിട്ടിയെന്ന് കണ്ട് പറഞ്ഞു. അതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം അത് ഫസ്റ്റ് കിട്ടി. അതിനുശേഷം ഞാൻ ഉപജില്ലയിൽ പോയി. പക്ഷെ ഉപജില്ലയിൽ കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ ICSE സിലബസിലാണ് പഠിച്ചത്. അവിടെ മോണോ ആക്ട്, അതുപോലെ തന്നെ ടാബ്ലോ, അതുപോലെ സ്പീച്ച്, മലയാളം എലക്യൂഷൻ അടക്കമുള്ള പരിപാടികൾ തോന്നും. അടുത്ത ചോദ്യം ഇനി പാട്ട് പാടണമെന്നായിരിക്കും. തീർച്ചയായിട്ടും. നമുക്കൊരു 4 പേര് പാടാം. ചാണ്ടിയുമ്മൻ ടൈമാണ്. അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ. അപ്പൊ ഇനിയിപ്പം നേരെ നാടകത്തിലേക്കാണോ പോകുന്നത്? നാടകം ഒന്ന് കാണണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടാണ് പോവുക. ഇനി വരാൻ പോകുന്നത് തിരക്ക് പിടിച്ച രാഷ്ട്രീയ സമയങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തിരിക്കുന്നു. എന്താണ് ഒരുക്കങ്ങൾ? അതുകൂടെ പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിക്കും. തീർച്ചയായിട്ടും UDF ജയിക്കും.
വാക്കിൽ ഉത്തരം എഴുതുന്ന കുട്ടിയത്. എങ്കിൽ ഇവിടുന്ന് ചോദിക്കാൻ പറ്റിയ വേറൊരു കാര്യം ചോദിക്കാം. ഏത് ടീമായിരിക്കും, ഏത് ജില്ലയായിരിക്കും ഇത്തവണ ഓവറോൾ കിരീടം നേടുക? ചാണ്ടിയുമന്റെ പ്രഡിക്ഷൻ. കോട്ടയത്തിന്റെ ഒരു സംശയമുണ്ടോ? എനിക്ക് കണ്ണൂരുകാരെ ഒന്ന് സമ്മതിക്കണം. ഞാൻ കണ്ണൂരാ. കാരണം ഇത് പറയാതിരിക്കാൻ അവിടെ ചെല്ലാൻ പറ്റുമോ? അതെ. തൃശ്ശൂർക്കാരാണെങ്കിൽ പറയണ ഇത്തവണ അവരെന്നെ അടിക്കുന്ന പറയുന്നത്. എന്തെങ്കിലും കോട്ടയം ജയിച്ചിരിക്കും. കോട്ടയം, കണ്ണൂര് ജയിച്ചിരിക്കും എന്ന് ഞാൻ പറയും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, സോ ദാറ്റ് വാസ് ചാണ്ടി ഉമ്മൻ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കായിരുന്നു, അദ്ദേഹത്തിന്റെ കലോത്സവ ഓർമ്മകൾ പങ്കുവയ്ക്കായിരുന്നു. മാത്രമല്ല ഭയങ്കര അടിപൊളിയായി നാടകം കാണാൻ പോവാണെന്ന് പറഞ്ഞു. അത് മാത്രല്ല ആ ഒരു സ്പീഡ് കൃത്യമായിട്ട് അല്ലെ നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ ഓർമ്മ വരാം. അതെ, അതെ. ജനകീയ സമ്പർക്ക പരിപാടിയിലൊക്കെ ഇങ്ങനെ ഓടി നടന്നിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ സത്യം പറഞ്ഞ ഓർമ്മ വരുന്നുണ്ട്. ഒരുപക്ഷെ കോട്ടയം ത്രില്ഡായിട്ടുണ്ടാവും. കോട്ടയം ജയിക്കുമെന്ന് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.